നമസ്കാരം. ഇന്ന് നമുക്ക് പ്രിയങ്കരനായ അതിഥി കാർട്ടൂണിസ്റ്റ് യേശുദാസൻ. ആക്ഷേപഹാസ്യത്തിൻ്റെ അതിശക്തമായ ഫലദായകത്വം, അതിൻ്റെ മൂർച്ച, തീവ്രത, എന്നാൽ ചിലപ്പോൾ സമൃദ്ധമായ ലാളിത്യം, ഇതൊക്കെ മലയാളികൾക്ക് ഏറെ പരിചിതമായത് ശ്രീ യേശുദാസിൻ്റെ തൂലികകളിലൂടെയാണ്. കൊച്ചു കൊച്ചു വരകളിലൂടെ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നതിൽ അദ്ദേഹം കാണിച്ച ആ മിടുക്ക എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ നമ്മുടെ സാമൂഹ്യ വിമർശന മേഖലയിൽ ഒരു പരിധിവരെ ശക്തമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ എത്രത്തോളം കാർട്ടൂണുകൾ നമ്മുടെ ജനാധിപത്യ സംസ്കൃതിയുടെ ആരോഗ്യം നിലനിർത്താൻ, അതിൻ്റെ ശുദ്ധി സംരക്ഷിക്കാൻ സഹായകമായിട്ടുണ്ട് എന്ന് പ്രേക്ഷകർക്ക് നേരിട്ടറിയാം. നമസ്കാരം സർ. ഞങ്ങളുടെ വിനീതമായ ക്ഷണം സ്വീകരിച്ചു വന്നതിന് പ്രത്യേകിച്ച് നന്ദി. യേശുദാസൻ എന്ന് തന്നെയാണ് പേര്, യേശുദാസ് എന്നല്ല എന്ന് അങ്ങയെപ്പറ്റി ഓർക്കുമ്പോഴൊക്കെ തോന്നും. അച്ഛനമ്മമാർ നൽകിയ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വളർന്നു വരുമ്പോൾ ഒരു പുരോഹിതനായി ആധ്യാത്മിക പ്രവർത്തന മണ്ഡലങ്ങളിൽ സമർപ്പിക്കപ്പെടണം അങ്ങയുടെ ജീവിതം എന്ന് അച്ഛനമ്മമാരും കാരണവന്മാരും ഒക്കെ ആഗ്രഹിച്ചു. പക്ഷേ അങ്ങ് എൻജിനീയർ ആകാനാണ് സ്വപ്നം കണ്ടത്. ആ കഥകളൊക്കെ വളരെ മനോഹരമാണ്. ഏതായാലും കാർട്ടൂണിസ്റ്റ് എന്നുള്ള രീതിയിൽ അങ്ങയെ കണ്ടെത്തിയ ആദ്യത്തെ ആ ഒരു ഘട്ടം, അവിടെ നിന്ന് തുടങ്ങാം നമുക്ക് ഈ സംഭാഷണം. അതെ, ഞാൻ വാസ്തവത്തിൽ കാർട്ടൂണിസ്റ്റ് ആകാൻ ആഗ്രഹിച്ച വ്യക്തിയല്ല. വീട്ടുകാരാഗ്രഹിച്ചൊരു അച്ഛനാക്കണമെന്ന്, പുരോഹിതനാക്കണമെന്ന്, പ്രത്യേകിച്ച് എൻ്റെ ബന്ധത്തിലുള്ള ഒരു അച്ഛൻ പറഞ്ഞ് ഇതിന് യേശുദാസൻ എന്നുള്ള പേരിടാം, നമുക്ക് അവനെ പുരോഹിതനാക്കണം. പക്ഷേ വീട്ടുകാർക്ക് അത്ര ഒരു വലിയ താല്പര്യം തോന്നുന്നില്ല. കാരണം അന്നത്തെ കാലത്ത് ഈ അച്ഛന്മാരുടെ ഒരു ജീവിത രീതിയൊക്കെ വളരെ ദയനീയമായിരുന്നു. കാരണം വരവൊന്നുമില്ല, ഇന്നത്തെ കാലത്തെ പോലെ അല്ലല്ലോ. ഇപ്പോഴേ എല്ലാ അച്ഛന്മാരും എല്ലാവരും എയർപോർട്ടിലാണ് മിക്കവാറും. മറ്റേ അന്ന് അങ്ങനെയല്ലോ, വളരെ കഷ്ടപ്പെട്ട കഴിയുന്ന ഒരു കാലമായിരുന്നു ഈ അച്ഛന്മാർ. അപ്പോൾ ആ വീട്ടുകാർക്ക് അങ്ങനെ താല്പര്യം, അങ്ങനെ പഠിക്കാൻ പോയി കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ കുറേശ്ശെ വരയ്ക്കുമായിരുന്നു. അന്ന് ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴും പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോഴും എല്ലാം ഒരുപാട് വരയ്ക്കുമായിരുന്നു. ഇങ്ങനെ ബോർഡിലും സാറുമാരില്ല, ടീച്ചേഴ്സ് ഇല്ലാത്ത സമയത്ത് അവരുടെ ബോർഡ് ഉപയോഗിക്കും, നമ്മുടെ നോട്ട്ബുക്ക് ഉപയോഗിക്കും ഒക്കെ. ഇതെല്ലാം കഴിഞ്ഞൊരു BSc പഠിക്കുന്ന കാലത്ത് വരച്ച ഒരു കാർട്ടൂണാണ് എൻ്റെ ആദ്യത്തെ ഒരു കാർട്ടൂൺ. 1955. അത് ഇന്റർനാഷണൽ ലെവലിലുള്ള കാർട്ടൂൺ വരെ. ജോൺ ഡള്ളസിനെ പറ്റി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഡള്ളസിനെ പറ്റി ആറ്റം ബോംബുമായിട്ട് കണക്ട് ചെയ്തൊരു കാർട്ടൂണായിരുന്നു. അന്നത്തെ കാലത്ത് നമ്മുടെ അശോക എന്നും പറഞ്ഞ കോട്ടയത്തു നിന്ന് ഇറങ്ങുന്ന ഒരു പ്രസിദ്ധീകരണം, പന്തളം കപ്പിയായിരുന്നു അതിന്റെ പത്രാധിപര്. ആ കാർട്ടൂൺ അതിന്റെ ശരിയായ പകർപ്പ് അല്ലെങ്കിൽ അത് അച്ചടിച്ചു വന്ന കോപ്പി ഇപ്പോൾ ലഭ്യമല്ല, വളരെ മുമ്പാണല്ലോ. പക്ഷേ അങ്ങ് ഇടത് കൈകൊണ്ട് കാർട്ടൂണുകൾ വരഞ്ഞ കാലത്ത് അങ്ങനെ വരഞ്ഞ ഒരു ചിത്രം കണ്ടിട്ടുണ്ട്. അതിൽ ഈ ആറ്റം ബോംബ് മുന്നിൽ നിൽക്കുന്നു, ഡള്ളസിന്റെ 2 കൈകൾ മാത്രമാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ അതില് വളരെ പ്രത്യേകത തോന്നിയിരിക്കുന്നത് ഏറ്റവും വിപത്കരമായ ഒരു മാരകായുധത്തെ, മനുഷ്യകസ്ഥങ്ങൾ പുണർന്നു നിൽക്കുന്ന ഒരു കാർട്ടൂൺ ലോക ചരിത്രത്തിൽ അത് മാത്രമേ ഉണ്ടാവൂ എന്ന് നമുക്ക് പറയാം. മറ്റൊരു അടിസ്ഥാനത്തിൽ പറയാവുന്നത്, കൈകൾ സാധാരണ ഒരു മതിലാണെന്ന് പറഞ്ഞ് നേർരേഖ വരച്ച് അതിൻ്റെ മേലെ റാ എന്ന് എഴുതി ഒരു ചെറിയ റാവും കൂടി വരച്ചത് ആനയാണ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ശീലമുണ്ടല്ലോ. ഈ ഡള്ളസിന്റെ 2 കൈകൾ, ആ 2 കൈകളിലൂടെ ഡള്ളസിനെ നമുക്ക് കാണാം എന്നുള്ളതാണ് അതിൻ്റെ ഇത്. കൊച്ചു കൊച്ചു വരകളിലൂടെ വലിയ കാര്യങ്ങൾ പറയാൻ ഈ മാധ്യമം ഉപകരിക്കുമെന്ന് ആ ചിത്രത്തോടു കൂടിയാണോ? അല്ലല്ല, അന്നും പഠിക്കുന്ന ഒരു കാലമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും പഠിത്തം തുടരുന്ന സമയത്ത് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷന് വേണ്ടി തങ്ങൾകുഞ്ഞ് മുസ്ലിയാർ കോളേജിൽ പോയി. ഏറെയും വന്ന് കേന്ദ്രമന്ത്രി റഹീമിന്റെ വലിയ ശുപാർശയിലാണ് പോയത്. പക്ഷെ എന്നിട്ടും കിട്ടിയില്ല. പക്ഷെ അവിടെ ഡൊണേഷൻ കൊടുക്കണം കുറെ.
അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ കൊല്ലത്ത് ജനയുഗം എന്നുള്ള ഒരു ബോർഡ് കണ്ടു ഞാൻ. ജനയുഗം, അന്ന് ജനയുഗം വളരെ പോപ്പുലറായിട്ടുള്ള ഒരു പത്രമായിരുന്നു, വലിയ സർക്കുലേഷൻ ആയിരുന്നു, ആഴ്ചപ്പതിപ്പിനുമൊക്കെ. മടങ്ങി വന്ന വഴി ഞാൻ അഡ്മിഷൻ കിട്ടിയില്ല, അപ്പോൾ ഒന്ന് ഇറങ്ങി ചെന്നപ്പോൾ അവിടെ ചെന്ന് കയറിയപ്പോൾ കാമശ്ശേരി കരുണാകരനുണ്ട്, എൻ ഗോപിനാഥ്, വൈക്കം ചന്ദ്രശേഖരൻ എങ്കിൽ പ്രമുഖന്മാരൊക്കെ ഉണ്ട്. അവിടെ ആർ പ്രകാശം, അങ്ങനെ തുടങ്ങി ഒരുപാട് CR N പിഷാരടി ഇവരെല്ലാം അവിടെ ഇരിക്കുന്നു. അപ്പം ഞാൻ പലതിനും വരച്ചയക്കുമായിരുന്നു, പക്ഷേ അവരും പബ്ലിഷ് ചെയ്യാറില്ല, ആരും അങ്ങനെ പബ്ലിഷ് ചെയ്യാറില്ലായിരുന്നു. അങ്ങനെ വന്ന് എന്നോട് കാമശ്ശേരിയും വൈക്കവും ഗോപിനാഥ് നായരും കൂടെ പറഞ്ഞു, എന്തെങ്കിലും വേറൊരു സാധനം വരച്ച് തുടങ്ങുമെന്ന് പറഞ്ഞാൽ അവരുടെ ആഴ്ചപ്പതിപ്പിൽ ചന്തു എന്നും പറഞ്ഞൊരു കഥാപാത്രത്തെ കുട്ടികൾക്ക് വേണ്ടി വരച്ചു. അത് പെട്ടെന്ന് ഹിറ്റായി. അതോടൊപ്പം തന്നെ അതെല്ലാം ഈ പഠിക്കുന്ന ഒരു സമയമാണ്, അവധിക്കാലത്ത് വീട്ടിലിരുന്ന് വരച്ച. കാരണം ഒരു പത്രത്തിലേക്ക് ഒരു ബോസ് കാർട്ടൂൺ ഞാൻ വരച്ച കിട്ടും മാവൻ. അത് ഭാഗ്യത്തിന് മലയാളം ജേർണലിസത്തിലെ ആദ്യത്തെ ബോസ് കാർട്ടൂണായിരുന്നു മാറിയത്. അത് വളരെ പെട്ടെന്ന് വളരെ പ്രസിദ്ധമായി. അത് അന്ന് ഈ പാർട്ടി സമ്മേളനമൊക്കെ നടക്കുമ്പോൾ ഈ കിട്ടുമാവനും അദ്ദേഹത്തിന്റെ സുഹൃത്ത് പൈലിയുണ്ട്, ഇവർ ഈ ജാഥയ്ക്ക് മുമ്പിൽ ഇങ്ങനെ നടന്ന് പോകും. അത് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യും, ജാഥയോടൊപ്പം കിട്ടുമാവനും പൈലിയും ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒടിഞ്ഞ കൊടയൊക്കെ ഉണ്ട്. ഈ കിട്ടുമാവനോട് ഒരു 10-15 കഥാപാത്രങ്ങൾ ഒരുമിച്ച് വരുമായിരുന്നു. പാച്ചരം ബഹാദൂര്, ചെവിയൻ പപ്പു, പിന്നെ അതുപോലെ ഒരു ചായക്കടക്കാരൻ മമ്മൂഞ്ഞ്, അയാളുടെ ഭാര്യ, മകള്, ഈ പൈലി, അയാളുടെ ഒരു കേരള കോൺഗ്രസ് ടൈപ്പ്, നമ്മുടെ PC ജോറി ടൈപ്പ് ഒരു കഥാപാത്രം, ചട്ടമ്പിയാണ് പൈലി. അപ്പൊ ഇത് പെട്ടെന്ന് അങ്ങോട്ട് പിടിച്ച് ജനം, വായനക്കാർ പിടിച്ചെടുത്ത മറ്റു പത്രങ്ങൾക്ക് ഇത് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് എല്ലാ പത്രവും, മനോരമയില്, പിന്നെ കുഞ്ചുകുറുപ്പ്, പിന്നെ കേരളധ്വനിയിലെ ഉപ്പായി മാപ്പിള, പിന്നെ ദേശബന്ധുവില് വേലുപ്പിള്ള, പിന്നെ നാണിയമ്മയും ലോകം എന്ന് പറഞ്ഞ നമ്പൂതിരിയുടെ മാതൃഭൂമി വന്നു. അങ്ങനെ എല്ലാ പത്രങ്ങളും ഇത് അനുകരിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ പെട്ടെന്നൊരു പേര് നമുക്ക് പിടിച്ചെടുക്കും. ആ സമയത്ത് ഒരു ദിവസം ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോഴൊരു കാറ് വന്ന് അവിടെ നിന്നു. അതിനകത്ത് നിന്ന് കാമശ്ശേരി കരുണാകരനും M.N. ഗോവിന്ദനായരും കൂടെ ഇറങ്ങി വന്നു. എന്നിട്ട് ഫാദർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഫാദറിനോട് പറഞ്ഞു, ഞങ്ങൾ യേശുദാസിനെ കൊണ്ടുപോകാൻ വന്നതാന്ന്. അപ്പോൾ പുള്ളി ചോദിച്ചാൽ എങ്ങോട്ടാന്ന്? ഞങ്ങൾ ജനകീയത്തിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. പക്ഷെ അപ്പം അത് ഫാദറിന് വിശ്വസിക്കാനൊക്കുന്നില്ല, അവർക്കതിനോട് ഇഷ്ടം ഇല്ല സത്യത്തിൽ. കാരണം എല്ലാ ഇലക്ഷനും ഈ ഇരട്ടക്കാളയുടെ പുറത്ത് കോൺഗ്രസ് ചിഹ്നത്തില് ഇങ്ങനെ മുദ്ര കുത്തുന്ന ആൾക്കാരാണ് അവരും, ചുറ്റുപാടുള്ളവരും, നമ്മുടെ ബന്ധുക്കളും എല്ലാം തന്നെ. അപ്പോൾ അതവർക്ക് സഹിക്കാനൊത്തില്ല. പിന്നെ അത് സമയം എന്നോട് ചോദിച്ചു, ഞാനപ്പോൾ പറഞ്ഞു ഫാദറിനോട് ചോദിച്ചിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഫാദറിനോട് ചോദിച്ചു. ഫാദർ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, ഹെഡ് മാസ്റ്ററായിരുന്നു ഒരു സ്കൂളിൽ. അദ്ദേഹം പറഞ്ഞു, യേശുദാസിന് അതാ ഇഷ്ടമെങ്കിൽ അങ്ങനെ വിടാൻ പറഞ്ഞു. കാരണം ഈ ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു കടുത്ത ഒരു കത്തോലിക്കനും വിശ്വാസിയൊക്കെ ആയിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇതിന് ഇപ്പൊ സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ചല്ലോ. പക്ഷെ അദ്ദേഹം പറഞ്ഞു അതാണ് പോയ വഴി. അങ്ങനെ ജനകീയത്തിൽ ജോയിൻ ചെയ്തായിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാഫ് കാർട്ടൂണിസ്റ്റ്. അതെ അതെ, ഈ പോക്കറ്റ് കാർട്ടൂണിന്റെ മലയാളത്തിന്റെ തുടക്കം തീർച്ചയായിട്ടും ആ ദിവസങ്ങളൊക്കെ പിൽക്കാലത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 1959 ജൂലൈ 19 അത് മലയാള കാർട്ടൂൺ ചരിത്രത്തിലെ നാഴികക്കല്ലാണ്. കിട്ടുമാൻ ആദ്യമായി പ്രസിദ്ധീകരിച്ച് വന്ന ആ ഒരു സംഭവം. അങ്ങനെയാണ് ഇതിലേക്ക് ഈ കിട്ടുമാവിനെ പറ്റി പിന്നെയും കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ ജനം മനസ്സിൽ സൂക്ഷിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിട്ടുമാവിനും പൈലിയും സന്ദർശിച്ച അവിടുത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ എഴുതുന്ന കാര്യങ്ങൾ. രണ്ട് പൈലിയും കിട്ടുമാവിനും ഒരു തിരുവനന്തപുരം സന്ദർശനം നടത്തിയ കൂട്ടത്തിൽ മെഡിക്കൽ കോളേജിൽ ആരെയോ പോകാൻ ചെന്നു. അപ്പൊ അവിടുത്തെ മെഡിക്കൽ കോളേജിലെ ഈ ഒരുപാട് ദുരവസ്ഥകള്, ട്രിവാൻഡ്രത്തെ പ്രത്യേകതകള്, ട്രിവാൻഡ്രത്ത് ഇപ്പം ഞാൻ അയാളുടെ പേര് വളരെ പൊക്കം കൂടിയ ഒരാൾ, അവിടെ ഇങ്ങനെ ഒരു വീടൊന്നും ഇല്ലാത്ത ആളാണ്. ഒരു കാലിൽ മുഴുവൻ മന്തുവായിട്ട് ഒരാൾ നടക്കുമായിരുന്നു. ഇയാളെ ചെന്ന് കാണുന്നത് ഒരു ദിവസം. അത് കഴിഞ്ഞ് ഇയാൾ പിന്നെ ജനകീയ ഓഫീസിൽ ചെന്ന് വെള്ളം ഉണ്ടാക്കി, ആ ശിവൻ സ്റ്റുഡിയോന്റെ എതിർവശത്തുള്ള. അപ്പൊ അതൊന്ന്, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ. അതോടോ ഏറ്റവും വളരെ രസമായിട്ട് നമുക്ക് അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, തിരുവനന്തപുരം സെക്രട്ടറിയേറ്റ് തെക്കേ ഗേറ്റില് എല്ലാ ദിവസവും വൈകിട്ട് നമ്മുടെ സെക്രട്ടറിമാരും IAS ഉദ്യോഗസ്ഥരും ഒക്കെ ആയിട്ട് കൂടുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇത് അവരവിടെ കൂടി ഇങ്ങനെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കും. അപ്പൊ അത് നമുക്ക് കണ്ടപ്പോഴോ ഇതിനെ ഒന്ന് അറ്റാക്ക് ചെയ്യണം
എന്ന് നമുക്ക് തോന്നി. അപ്പോൾ ആ നിർദ്ദേശം വെച്ച് തോപ്പിൽ ഫാസിയായിരുന്നു. തോപ്പിൽ ഫാസിയോട് അവിടെ പോകാന്ന് ഇങ്ങനെ ചടങ്ങുണ്ട് അവിടെ. അവരെ നറ്റെ ഇവരെ എല്ലാം നമ്മൾ വരച്ച് കിട്ടുമാനും പൈലിയും കൂടെ, ആ വാചകം കമന്റ് ചെയ്യാൻ ഓർക്കുന്നില്ല, കിട്ടുമാനും പൈലിയും കൂടെ അവിടെ ചെന്ന് കണ്ടുകൊണ്ട് നിൽക്കുന്ന പടം വരച്ച് എൻ്റെ ചുവട്ടിൽ വാചകം വെക്കുമെന്ന്. പിറ്റേ ദിവസം മുതൽ ആ യോഗം തീർന്നു. പക്ഷെ എനിക്ക് ആ വഴിയൊക്കെ ഉപദേശിച്ചു തന്നത് അവരായിരുന്നു. അങ്ങനെ ഞാൻ പോയി. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയതല്ല കാർട്ടൂൺ.